ഹലോ ഗായ്സ്, ഞാൻ മാസിൻ. ഇത് പുതിയൊരു സർവൈവൽ വേൾഡാണ്. എൻ്റെ പഴയ ഹാർഡ് കോർ വേൾഡ് എടുക്കാത്തതിന് കാരണം ഞാൻ ഹാർഡ് കോർ വേൾഡിൽ ഓഫ് ക്യാമറ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇനി ചത്തു. വേറെ ഒന്നുമല്ല, ആദ്യം തന്നെ നമ്മളൊരു സ്പ്രൂസ് ബയോമിലാണ് സ്പോണായിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ മരം പൊട്ടിച്ച് തുടങ്ങാം. നമ്മളൊരു സ്പ്രൂസ് മരം മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇവിടെ ഷീപ്പിനെയും കിട്ടില്ല, അതുകൊണ്ട് വളരെ കളിക്കാൻ ഇത്തിരി പാടാണ്. നമ്മളൊരു പിക്കാക്സ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഹീക്കോ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് പറഞ്ഞത് സൗണ്ട് ഓഫ് ചെയ്തിട്ട് കളിക്കാൻ. താങ്ക്സ് ബ്രോ. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക, അതും കൂടെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ എങ്ങനെയെങ്കിലും പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചപ്പോഴായിരുന്നു. ഇവിടെ സർവൈവ് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഷീപ്പൊന്നും പെട്ടെന്ന് സ്പോണാവില്ല. ഇത് നിൽക്ക്, ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഹലോ ഗൈസ്, ഞാൻ ഗോജോയുടെ സ്കിൻ എടുത്തിട്ടുണ്ട്. കാരണം ഈ വേൾഡിൻ്റെ പേര് ഗോജോസ് വേൾഡ് എന്നാണ്. നമുക്ക് ഒരു 20 സ്റ്റോൺ എടുക്കാം. എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. നമ്മൾ 20 തന്നെ എടുത്തിട്ടുണ്ട്. സ്റ്റോൺ പിക്കാക്സ്, ആക്സ്, ഷവല്, സോഡ് ഉണ്ടാക്കി വയ്ക്കാം. ഒരു ഫർണേസ് ഉണ്ടാക്കാം. നമുക്ക് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചെടുത്തിട്ട് ഇനി നമ്മളെ സ്റ്റോൺ പിക്കാക്സ് വെച്ച് ഈ കോളല്ല മനസ്സിലെടുക്കാം ഗൈസ്. നിറച്ച് കോളുണ്ടല്ലോ ഗൈസ്. തുടക്കത്തിൽ തന്നെ കോള് കിട്ടി എന്തായാലും പറഞ്ഞാൽ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല ഗൈസ്. ഇപ്പം വെളിച്ചം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്ഥലം തപ്പിപ്പോം. ഇവിടെ ഒരു കുഞ്ഞ് റിവീലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പ്ലെയിൻസ് ബയോമോ കിട്ടുമോ നോക്കാം. പ്ലെയിൻസ് ബയോ കിട്ടിയില്ല, പക്ഷേ അതിന് പകരം നമുക്കൊരു വില്ലേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നു. നമുക്കിതെന്തായാലും ഒന്ന് ലൂട്ട് ചെയ്തിട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഗോലണ്ണനെ കൊന്നിട്ട് വരാം.
ഞാൻ അവനെ കൊല്ലണതിൽ അത്ര പ്രോ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇല്ലാതെ ചെയ്തിട്ടാണ് അവനെ കൊല്ലുന്നത്. ഹൈദരാബാദ് കുറഞ്ഞു തുടങ്ങി. വില്ലേജ് കിട്ടിയതുകൊണ്ട് ഇനി ബെഡ് നമുക്ക് ഇന്ന് ദിവസത്തിന് തന്നെ കണ്ടുപിടിക്കേണ്ട അത്രയ്ക്ക് അത്യാവശ്യം നമുക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ വീട്ടിൽ നിന്ന് തന്നെ ബെഡ് എടുക്കാം. ജസ്റ്റ് ഒരു ബണ്ടിൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിശപ്പടക്ക സാധനമായി. ഇനി നമുക്ക് വിശന്നിരിക്കണ്ട, നമുക്ക് 3 അയണാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ബക്കറ്റ് ഉണ്ടാക്കാനുള്ള അയൺ കിട്ടിയിട്ടുണ്ട്. ബെഡ് എടുത്തല്ലോ, അടുത്തിങ്ങനെ വെച്ചിരിക്കാം. ഇവിടെ ഫർണീസ് നമ്മൾ നേരത്തെ ക്രാഫ്റ്റ് ചെയ്യണ്ടായിരുന്നു ഗൈസ്. ഇവിടെ തന്നെ നിറച്ചുണ്ട്. ഇതൊരു കുഞ്ഞ് വില്ലേജ് ആണോ എന്നൊരു സംശയം. ഇത് അങ്ങോട്ട് അല്പം കൂടെ ഉണ്ട്. ഇപ്പം 2 ഈഗിളും ഉണ്ട്. നമുക്ക് കോളം കിട്ടിയിട്ടുണ്ട്. കോളതിന് മുമ്പേ ഉണ്ട്. ചുമ്മാ പറഞ്ഞത്. ഒരു ബണ്ടിലിൻ്റെ അകത്ത് തന്നെ മറ്റൊരു ബണ്ടിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇതും കൂടെ എടുക്കാം. ഇവിടെ ഒന്നും ഇല്ല. ബെഡ് നമ്മൾ ഓൾറെഡി എടുത്തു. ഇനി താഴോട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഹങ്കർ ബാർ അത്യാവശ്യം കുറഞ്ഞു. ഫുഡ് കഴിക്കാം. പൊട്ടാറ്റോ അത്ര പെട്ടെന്ന് ഹങ്കർ ബാർ കയറില്ല കേട്ടത്. അക്കാലത്തേക്ക് ഇപ്പം എത്രയും മതി. സോഡ് കയ്യിൽ പിടിച്ചിട്ടോളാം. തുടക്കത്തിൽ തന്നെ ബെഡ് കിട്ടിയതുകൊണ്ട് ആശ്വാസം. നമുക്ക് ബെഡ് കിട്ടി. ഇനി എന്തിനാണ് അങ്ങ് പോണതെന്ന്, ഇനി എന്തിനാണ് പ്ലെയിൻസ് ബയോമിൽ പോണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നന്നായിട്ട് ബേസ് ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ നമ്മൾ ബേസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മഞ്ഞ് വന്നങ്ങ് മൂടിക്കളയും ഗൈസ്. നമുക്കൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് അങ്ങ് തുഴഞ്ഞു പോയാലോ. ഓക്കേ, ഞാൻ ഒരു സ്കൈ ബ്ലോക്ക് സീരീസ് തുടങ്ങുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്താണ് ഒരു കൺട്രോളും കിട്ടുന്നില്ലല്ലോ. നേരെ അങ്ങ് തുഴഞ്ഞു പോവാം. ചെറുതായിട്ട് രാത്രിയായി വരുന്ന പോലുണ്ട്. ഇവിടെ ഒരു കൂട്ടം പട്ടികളുണ്ട്. രാത്രിയായി വരാറായി. നമുക്ക് സൂര്യൻ്റെ ഫ്രണ്ടിൽ പോയി കിടന്ന് തന്നെ ഉറങ്ങാം ഗൈസ്. ഇവിടെയാണ് ഇരുട്ടിയല്ലോ. എന്നിട്ട് ഇവിടെ ഇരുട്ടായി തുടങ്ങി. നമ്മളങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇനി ആ ബെഡ് പൊട്ടിച്ചിട്ട് പോടാം. ഐസി കൂടെ ഇങ്ങനെ ഓടാം. ഐസായോണ്ട് വിഷയമില്ല ഗൈസ്. ഇവിടെ 2 കുറുക്കന്മാരിവിടെ കളിക്കുന്നുണ്ട്. പെട്ടെന്ന് കിട്ടിയെങ്കിൽ മതിയായിരുന്നു പ്ലെയിൻസ്. ഏതെങ്കിലും പ്ലെയിൻസ് മതി.
ഇതൊന്നും ഈ ബയോ മാത്രമേ ഇവിടെ ഉള്ളൂ ഗൈസ്. കുറേ നേരം കൊണ്ട് നോക്കുന്നു. ഇനി പ്ലെയിൻസ് തപ്പി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊരു ഉദാഹരണമില്ലാതായി. ഉദാഹരണമില്ല, എന്തുവായിരുന്നു, ഒരു അർത്ഥമില്ലാതായിപ്പോ ഗൈസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ഡൊമെയിൻ എക്സ്പാൻഷൻ. ഇനി നമുക്ക് ബാക്കി തുടങ്ങാം. കുറേ നേരം കൊണ്ട് നടക്കുന്ന കൈസ് ഇവിടെ ഒന്നും പോലും കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ നമുക്ക് ഗോൾഡൻ ആപ്പിൾ കിട്ടും. സാധാരണ ആൾക്കാർ ഇതൊക്കെ ഇവിടെ ക്യൂർ ചെയ്യാനാണ് വെച്ചിരിക്കുന്നതെങ്കിലും ഞാൻ ഇവിടെ ക്യൂറൊന്നും ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന സാധനം കൊടുത്തിട്ട് വെളിയിൽ പോകുന്നു ഗൈസ്. ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഇതില്ല. ദ വേർസ്റ്റ് ഇഗ്ലൂ ഐ എവർ സീൻ. ഞാൻ ബ്രെഡ് തിന്നാൻ പോകുന്നു ഗൈസ്. ഒട്ടും ഹങ്കർ ബാർക്കാരുന്നില്ല. ഇത്രയും മതി. ഓക്കെ, നമുക്ക് ബാക്കി ജേണി തുടരാം. തുടങ്ങാൻ മുതലല്ല, തുടരാം. സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതും എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണമേ. അതൊരു ആനിമി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. ഇവരായിട്ടും പ്ലെയിൻസ് ഒന്നും കണ്ടില്ലല്ലോ. പ്ലെയിൻസ് കിട്ടിയ നല്ല ഇതുണ്ടാക്കായിരുന്നു ബേസ്. ഈ കേവിലൊന്ന് കയറി നോക്കാം. ഇത് വലിയ കേവ് കണ്ട ഗൈസ്, വലിയ കേവ്. അത് വലിയ കേവാണ്. നമുക്ക് ഇതുവരെയായിട്ടൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വന്ന വഴി തന്നെയാണോ എന്നൊരു കുഞ്ഞ് ഡൗട്ട്. ചെറുതല്ല, കുഞ്ഞ് തന്നെയാണോ? അല്ല ഗൈസ്, ഇവിടെ ഒരു വലിയ കേവ് ഉണ്ട്. ഇവിടെ വല്ല ഒരു ഒറ്റ നോട്ടത്തിലായിരുന്നല്ലോ കിട്ടുമോ? ഇന്നത്തെ എപ്പിസോഡിൽ 600 ആയില്ലെന്ന് വേണ്ട. നമുക്ക് കോപ്പർ എടുത്തേക്കാം ഗൈസ്. ഇത്രയേ ഉള്ളൂ. കുറച്ച് കോപ്പറേ കിട്ടിയിട്ടുള്ളൂ. 10 കിട്ടിയിട്ടുള്ളൂ ഗൈസ് കോപ്പർ. വേറെ ഇതുകൊണ്ടൊന്നും ആവില്ല. ചെറിയ ടെസ്റ്റ് പ്ലേറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്ഗ്രേഡ് ആവാന്ന് വിചാരിച്ചപ്പം ഒരുമാതിരി പണി കാണിക്കുകയാണല്ലോ. ദിസ് ഈസ് ബൈ ഗോജോ സ്കീം. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് ആനിമി ഫാനാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ സീരീസിൻ്റെ പേരാണ് ഗോജോ വേൾഡ്.
ഇവിടെ കുറച്ച് ഷുഗർ കെയിനുണ്ട്. കുറേ നേരം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. തന്നെ 15 മിനിറ്റായി ഗൈസ്. അല്പനേരം കൂടെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം. ഇതോ ഒരു ബെറ്റർ വില്ലേജ്. ഇവിടെ നിന്ന് നമുക്ക് അയൺകുളത്തിന് തട്ടാൻ ഗൈസ്. ഇത് ടൈഗ വില്ലേജ് ആണോ അതോ ബ്ലാക്ക് സ്മിത്ത് വില്ലേജ്? ഇത് മറ്റേ സ്നോയി വില്ലേജ് ആണോ? ലെറ്റ്സ് തട്ടൽ ദ അയൺകുളം. ഇവിടെ വെച്ച് തട്ടാൻ പറ്റില്ല ഗൈസ്, കാരണം ഇവിടെ നല്ല അയൺകുളത്തിന് എളുപ്പത്തിൽ തട്ടാൻ കഴിയും. പിന്നെ ഇങ്ങ് കൊണ്ടുവന്നിട്ട് നമുക്ക് അടിക്കാം ഗൈസ്. ഇവിടെ നിന്ന് അയ്യോ ഗൈസ്, നമുക്ക് നല്ല പണി കിട്ടിയിരിക്കുമ്പോൾ ഈ വേൾഡ് ഇനി കാണില്ല ഗൈസ്. നമ്മൾ ഇനി കാണും ഗൈസ്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അതിൽ കീപ്പ് ഇൻവെൻ്ററി ഓണായിരുന്നു ഗൈസ്. എനിക്കറിയാം ഇതിലെങ്ങനെയെങ്കിലും വീണ് ചാവുമെന്ന്. നമ്മളെ കയ്യിൽ ആകെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും പോയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അല്ലെങ്കിൽ പെട്ടേനെ. ഇനി ഞാൻ തപ്പി നടക്കുന്നില്ല ഗൈസ്. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ബോറടിക്കുന്നു. ഇതോ 2 കോഴി ഒരുമിച്ച് നിൽക്കുന്നുണ്ടാണോ? ഇത് ഒറ്റ കോഴിയാണ്. 2 കോഴിയായിരുന്നു ഗൈസ്. ഇനി എക്സ്പ്ലോർ അല്ല ചെയ്യാൻ പോകുന്നത്. പതിനെട്ട് മിനിറ്റായോ? നല്ലൊരു ഏരിയ പോയിട്ട് പോയി